പാലക്കാട്ടെ പെട്ടി വിവാദത്തിൽ നട്ടം തിരിഞ്ഞ CPM പെട്ടി വലിച്ചെറിയണം എന്ന നിലപാട് ആവർത്തിച്ച് സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസ്. പറയാനുള്ളത് ഇന്നലെ പറഞ്ഞു കഴിഞ്ഞു എന്ന് കൃഷ്ണദാസ് മാതൃഭൂമി ന്യൂസിനോട്. ഇന്നലെ പറഞ്ഞു, ഇന്ന് ഞങ്ങൾ പുതിയ കാര്യങ്ങളിൽ ഇനി എങ്ങനെയാണത് ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? എങ്ങനെയാണ് CPM നടന്നോളും, നടന്നു പോയിക്കോളും. ഈ പെട്ടി വിവാദമൊക്കെ അവസാനിച്ചോ? പാർട്ടിയിൽ നിന്ന് എന്തെങ്കിലും ഒന്നുമില്ല? എന്നാൽ പെട്ടി താഴെ വെക്കില്ല എന്ന നിലപാടിലാണ് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. ട്രോളി വിവാദം പരസ്പരമുള്ള ട്രോൾ ആകുന്നുണ്ടോ എന്ന് തന്നെയാണ് സംശയം. വിശദാംശങ്ങളുമായി സ്റ്റെഫിൻ ചേരുന്നു. സ്റ്റെഫിൻ, ഗുഡ് മോർണിംഗ്. ഈ പെട്ടി വിവാദം ഇത് എപ്പോഴാണ് താഴെ വയ്ക്കുക, എപ്പോഴാണ് ചുമലിലേറ്റുക, ഇതൊന്നും പറയാത്ത അവസ്ഥയിലാണ് പാലക്കാട് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പെട്ടി വിവാദം ഒരു ആയുധമാക്കാൻ കോൺഗ്രസ് ശ്രമിക്കുകയും ചെയ്യുന്നു. ആകെ പെട്ടിയിൽ പെട്ട അവസ്ഥയിലാണോ എല്ലാവരും? മോത്തി, കോൺഗ്രസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ പെട്ടി ഏതായാലും തൽക്കാലം താഴെ വെക്കേണ്ട എന്നൊരു നിലപാട് തന്നെയാണ്. കാരണം പ്രചാരണത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ആയുധമാക്കി തന്നെ ഇതിനെ മാറ്റുന്നുണ്ട്. പ്രത്യേകിച്ചും അന്ന് രാത്രി നടന്ന ഈ പാതിര റെയ്ഡും അതോടൊപ്പം തന്നെ അന്നുണ്ടായ വിഷയങ്ങളുമല്ല. കോൺഗ്രസിന്റെ വനിതാ അംഗങ്ങളായിട്ടുള്ള ഷാനിമോൾ ഉസ്മാന്റെയും ബിന്ദുകൃഷ്ണയുടെയൊക്കെ മുറിയിൽ പോലീസ് അതിക്രമിച്ച് കയറി എന്ന വാദം കത്തിച്ച് നിർത്തിക്കൊണ്ട് പ്രചാരണത്തിൽ അത് കൂടുതൽ ശക്തമാക്കാൻ തന്നെയാണ് കോൺഗ്രസ് നീക്കമിടുന്നത്. ഒപ്പം CPM-നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വലിയ തോതിലുള്ളൊരു പ്രതിസന്ധി CPM-നകത്ത് തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്. കാരണം ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഇത്രയധികം നാൾ നീണ്ടുനിന്ന ഒരു പ്രചാരണത്തിൽ CPM-ന്റെ അകത്ത് നിന്ന് ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലൊരു എതിർസ്വരം ഉയർന്ന ഒരു സന്ദർഭം ഉണ്ടായിട്ടില്ല. പക്ഷേ എന്നാൽ ഇന്നലെ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ NN കൃഷ്ണദാസ് ഈ പെട്ടി വിവാദം അവസാനിപ്പിക്കേണ്ടതാണ്, ഇത് മാത്രമല്ല പ്രചാരണ വിഷയമാക്കേണ്ടത് എന്ന് തുറന്നടിച്ചതോടുകൂടി ജില്ലാ സെക്രട്ടറിയും അതോടൊപ്പം തന്നെ സംസ്ഥാന സെക്രട്ടറിക്കും എതിരായി എന്നൊരു ആശയം അതിലൂടെ അദ്ദേഹം നൽകിയുണ്ടായി. അത് അണികൾക്കിടയിലും പ്രവർത്തകർക്കിടയിലും നേരിയ തോതിലെങ്കിലും ഒരു ആശയക്കുഴപ്പം CPM-നകത്ത് സൃഷ്ടിച്ചിട്ടുണ്ട്. അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നുള്ളതാണ് CPM നീക്കമിടുന്നത്. പ്രത്യേകിച്ചും ഏതായാലും കൃഷ്ണദാസിനോട് ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരണം വേണ്ട എന്നൊരു നിലപാട് പാർട്ടി നേതൃത്വം അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കാം അദ്ദേഹത്തിനോട് ഇന്ന് രാവിലെ ഇത് സംബന്ധിച്ചുള്ള നിലപാടിൽ മാറ്റമുണ്ടോ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം കൃത്യമായി ഒന്നിനും പ്രതികരിക്കാൻ തയ്യാറായില്ല. എല്ലാം ഇന്നലെ പറഞ്ഞു കഴിഞ്ഞതാണ് എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച് ഒഴിഞ്ഞു മാറാനാണ് അദ്ദേഹം ശ്രമിച്ചത്. ഏതായാലും ഈ വിഷയം ഏതായാലും പെട്ടി താഴെ വയ്ക്കാൻ കോൺഗ്രസ് തയ്യാറല്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്.